അവന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നീയാണ്. നീ ഉള്ളിടത്തോളം കാലം അവൻ പോകുന്ന വഴികളിലെല്ലാം ഇങ്ങനെ തോറ്റുകൊണ്ടേയിരിക്കും. ഒരു ബിൽഡിങ്ങിന്റെ സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് വാങ്ങുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളവും അവനെ സംബന്ധിച്ചിടത്തോളവും പൂ ഇറുക്കുന്നത് പോലെ നിസ്സാരമായൊരു കാര്യമായിരുന്നു. ഇപ്പോ അതിൽ പോലും അവൻ പരാജയപ്പെട്ട് നിന്നിട്ടും പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് നിനക്കില്ലാതെ പോയോ? ഇത് ചോദിക്കാനാണോ മാഡം ഇങ്ങോട്ട് എഴുന്നള്ളിയത്? സോയിൽ ടെസ്റ്റിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ഗൗതമിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതെങ്ങനെ വാങ്ങിയെടുക്കണമെന്നും ഗൗതമിന് നന്നായിട്ട് അറിയാം. അതോർത്തെ മാഡം നെഞ്ചുരുക്കണ്ട. നിന്ന് സങ്കടം പറയാതെ പോവാൻ നോക്ക്. എന്റെ മോനെ കുറിച്ച് ഞാനല്ലാതെ പിന്നെ ആരാണ് ഈ സങ്കടം പറയേണ്ടത്? സത്യം പറഞ്ഞ വല്ലാത്ത ദ്രോഹമാ നീ ചെയ്തത്. എങ്ങനെ ജീവിച്ചിരുന്നവനാ അവൻ? അവൻ ഈ ഗതികേടിലേക്ക് വന്ന് വീഴാൻ തുടങ്ങിയത് എവിടെ മുതലാണെന്ന് നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. മറ്റെല്ലാ വൈരാഗ്യവും മറന്നിട്ട് സ്വയം ഒന്ന് ചിന്തിക്ക്. ഈശ്വരമംഗലം വീട്ടില് കളിച്ച് ചിരിച്ച് നടന്നവനാ എന്റെ മോൻ ഗൗതം. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഊർജമെന്ന് പറയുന്നത് അവനാ. തോൽവി എന്താണെന്ന് അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഒരു നശിച്ച മുഹൂർത്തം, അവിടെ മുതലാ എന്റെ മോൻ തകർന്നു തുടങ്ങിയത്. ആ നശിച്ച മുഹൂർത്തം ഏതാണെന്ന് നിനക്കറിയാമോ? നിന്റെ കഴുത്തില് താലി കെട്ടിയ മുഹൂർത്തം. എല്ലാം പോട്ടെ, നീ വന്നതിന് ശേഷം ഗൗതം മനസമാധാനം അറിഞ്ഞിട്ടില്ല. അവൻ പൊട്ടിക്കരയുന്നത് കണ്ടു. വീട് വിട്ട് ഇറങ്ങിപ്പോയി. ഒടുവില് നീ തന്നെ പിടിച്ച് തിരിച്ചു വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തന്ത്രപൂർവം ഒരു കുടുംബത്തിന് മുഴുവൻ ശത്രുവാക്കി അവനെയും കൂട്ടി ഇറങ്ങിപ്പോയി. ഇപ്പൊ ഒരു തൂപ്പുകാരിയുടെ പണിയും ചെയ്ത് ഷോ കാണിക്കുന്നു.